ഹായ്. യെസ്, അപ്പം ആഘോഷങ്ങൾ ഇങ്ങനെ തകർത്തിയ നടക്കുന്നു. അതെ അല്ലേ? എന്താണ് ഇന്നത്തെ പ്രതീക്ഷ? ഞങ്ങളുടെ ഗാലാഡി ഫോർട്ട് കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയൊരു ഈവൻ്റാണ്. ഈ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ക്രൗഡിൻ്റെ മുൻപിലുള്ളൊരു ഈവൻറ്റ്. അപ്പോൾ നമ്മളുടെ ഈ ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മളെ ചിന്ത അതീതമാണ്. ഇത്രയും പേര് വരും എന്താണ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും നമ്മുടെ പോലീസ് സംവിധാനങ്ങളും നമ്മുടെ CP, ACP, DCP ഉൾപ്പെടെയുള്ളവർ മറ്റു സംവിധാനങ്ങളെല്ലാം വളരെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ വളരെ ആവശ്യത്തിലാണ്. സാധാരണ 2 ഇടങ്ങളിൽ ഉണ്ടാവാറുണ്ട് അല്ലേ? പരേഡ് ഗ്രൗണ്ടിൽ ഇത്തവണ ഇല്ല. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരെ കേന്ദ്രീകരിക്കാൻ ഇവിടെ ആയിരിക്കും. അതൊരു പ്രശ്നമാണ്. കഴിഞ്ഞ തവണയൊക്കെ ഈ ട്രീയും ഞങ്ങളുടെ ഇതെല്ലാം കാണാൻ ഞങ്ങളൊരു പാപ്പാജിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം കാണാൻ ഈ ക്രൗഡ് അന്ന് ഈ ഗ്രൗണ്ട് ഫുള്ളായിരുന്നു. ഇപ്പോൾ അവിടുത്തെ ക്രൗഡും ഇവിടുത്തെ ക്രൗഡും വരുമ്പോൾ നമുക്കത് ഒരു പ്രവചനാതീതി കാണും. എന്തായാലും ഒരു പ്രതീക്ഷ എത്ര മണി തൊട്ട് ആൾക്കാർ ഇങ്ങനെ വന്നു തുടങ്ങും? ആൾക്കാർ ഇപ്പോൾ 2 മണി തൊട്ട് തന്നെ ഒരു ഉച്ചക്ക്, അതായത് ഈ കാസർഗോഡ് തൊട്ട് പാറശാല വരെയുള്ള ആൾക്കാർ വന്നിട്ട് കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തോപ്പുംപടി ആകുമ്പോൾ അവർ ബ്ലോക്കാണ്. 4 മണിയാകുമ്പോൾ അവിടെ ബ്ലോക്കായി അവർക്ക് അവിടെ വരെ എത്താൻ സാധിക്കുന്നുള്ളൂ. ഈ തവണ നമ്മളത് കുറച്ചും കൂടെ വിദേശിനും തദ്ദേശ ടൂറിസ്റ്റിനൊക്കെ ഇങ്ങോട്ട് ആകർഷിക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. ഗാലഡി ഫോർട്ടിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അടിച്ചു പൊളിക്കട്ടെ. താങ്ക് യു. ഇത് കൊച്ചിക്കാരുടെ ഒരു വികാരമാണിത്, ഈ ഉത്സവം, ജനകീയ ഉത്സവം. അതാണ് അത് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം. ഇവിടെ ഒരു മുത്തുമണി പേരെന്താ? വെറൈറ്റി പേരാണല്ലോ. അടിപൊളി. എവിടെയാ പഠിക്കണേ? ഏത് ക്ലാസ്സിലാ? 2. ടീഷർട്ട് ഉണ്ടോ? ഗാലഡി ഫോർട്ടിന്റെ സ്പെഷ്യൽ ടീഷർട്ട് ആണ്. അടിപൊളി. അപ്പൊ കെയ്റോണ് നമുക്കൊരു കാലണ്ടർ തന്നാലോ? ഹാപ്പി ന്യൂ ഇയർ. പറഞ്ഞു. താങ്ക് യു. ക്യാമറ നോക്കി പറഞ്ഞു. ഓക്കെ, മിടുക്കൻ. താങ്ക് യു.